സമദൂര നിലപാട് തുടരുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പല നിലപാടിനോടുമുള്ള എതിർപ്പ് പരസ്യമാക്കുകയാണ് NSS. ശബരിമല വിഷയത്തിന് പിന്നാലെ ബജറ്റിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചെന്നാണ് NSS നിലപാട്. സുകുമാരൻ നായരുടെ പരസ്യമായ ഈ നിലപാടുകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ഇത് NSS കേസിന് പോയി ഇവരെ ഓടിക്കളഞ്ഞു. വികസനം ഞങ്ങളിപ്പോൾ പ്ലെയിൻ ഇറക്കുമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തീവണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. എവിടെ തീവണ്ടിയും പ്ലെയിനും ഒക്കെ? ഇവരെന്തോ ചെയ്തു ആ ക്ഷേത്രത്തിന്? നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാവനമായ പമ്പാ നദി, അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ല ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10.5 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്തോ ചെയ്തു? ശബരിമല വിഷയത്തിൽ BJPക്കും കേന്ദ്ര സർക്കാരിനും ആത്മാർത്ഥതയുണ്ടായിരുന്നില്ലെന്ന് NSS നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചത്. എന്ന അഭിപ്രായമുണ്ട്. അർഹമായത് കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുമ്പോഴെങ്കിലും ഇതിപ്പോൾ അതല്ല. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും പിന്നെ അതിൻ്റെ പേരിലുള്ള വിധിയെഴുത്ത് നടത്തുന്നത്, ഈ രീതിയിൽ വിധിയെഴുതുന്നത് ശരിയല്ല. രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നിലപാട് തുടരുമ്പോഴാണ് NSS കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടമാക്കുന്നത്. NDAയുടെ ഭാഗമായ തുഷാർ വെള്ളാപ്പള്ളിയെ NSS SNDP ഐക്യ ചർച്ചയ്ക്കായി നിയോഗിച്ചതിനെ സുകുമാരൻ നായർ തള്ളിപ്പറഞ്ഞിരുന്നു. NSSന്റെ ഈ നിലപാടിനെ രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.